ഇന്ത്യൻ രാഷ്ട്രീയത്തിനെയും നമ്മളെ കേരള രാഷ്ട്രീയത്തിനെയും ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതുവരെയും ആരും കാണിക്കാൻ ധൈര്യപ്പെടാത്തൊരു രീതി പൃഥ്വിരാജ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിന്ന് കട്ടായി പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ വന്നത്. ഞാൻ കട്ടായി പോകണമെന്ന് പറയില്ല, കാരണം ഇത് ഇത്രയും കാണിച്ചില്ലെങ്കിൽ പിന്നെ ആ ഒരു സിനിമ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അത് എന്താണ് കട്ടാക്കണമെന്ന് അറിഞ്ഞൂടാ, പക്ഷേ രാഷ്ട്രീയപരമായ കാര്യങ്ങളായിരിക്കാം. നമ്മുടെ നാട് ഇതെങ്കിലും കണ്ടിട്ട് കുറേ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിന് വരും. ദീപക് ദേവിനെ കൊണ്ട് ഇത്രയും വലിയ സ്കെയിലിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് തോന്നുന്നില്ല. പുറത്ത് കേൾക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. നല്ല ഫിലിം, നന്നായിട്ടുണ്ടായിരുന്നു. നല്ല സിനിമ, നല്ല ഫിലിം, സൂപ്പർ. കുഴപ്പമില്ല, നല്ല പടം. കൊള്ളാം, നല്ല പടം, നല്ല പടം. സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ സൂപ്പറാണ്. നല്ല പടം. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിനെയും നമ്മളെ കേരള രാഷ്ട്രീയത്തിനെയും ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതുവരെയും ആരും കാണിക്കാൻ ധൈര്യപ്പെടാത്തൊരു രീതി പൃഥ്വിരാജ് കാണിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയാണ് കാണിച്ചിരിക്കുന്നത്. അത് ചിലർക്ക് ചൊറിയാൻ ചാൻസ് ഉണ്ട്. അത് ഒരു വിഭാഗത്തിന് നന്നായിട്ട് അത് കൊള്ളുന്നുണ്ട്. അത്രേ ഉള്ളൂ. അവരാണ് ഇതിനെ എതിർക്കുന്നത്, ഇതിന് നെഗറ്റീവ് ഇടുന്നത്. പക്ഷേ സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണ്, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, നല്ല മേക്കാണ്, നല്ല സിനിമയാണ്. ലാലേട്ടൻ കൊള്ളാം. ലാലേട്ടൻ എന്നുള്ളതല്ല, മൊത്തത്തിലെ സിനിമ നല്ലതാണ്. കട്ട് ചെയ്തതിന് മുമ്പ് കണ്ടത് നന്നായി തോന്നുന്നു. എനിക്കിഷ്ടപ്പെട്ടു. സൂപ്പർ മേക്കിങ്ങിനൊന്നും പറയാനില്ല. ഇന്റർനാഷണൽ ലെവൽ എന്ന് തന്നെ പറയാൻ. നല്ല പടം, നന്നായിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായി. ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിന്ന് കട്ടായി പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ വന്നത്. ഞാൻ കട്ടായി പോകണമെന്ന് പറയില്ല, കാരണം ഇത് ഇത്രയും കാണിച്ചില്ലെങ്കിൽ പിന്നെ ആ ഒരു സിനിമ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അത് എന്താണ് കട്ടാക്കണമെന്ന് അറിഞ്ഞൂടാ, പക്ഷേ രാഷ്ട്രീയപരമായ കാര്യങ്ങളായിരിക്കാം. പക്ഷേ കിടില സിനിമ, സൂപ്പർ സിനിമ, അടിപൊളി സിനിമ. അത് തന്നെ എനിക്ക് പറയുള്ളൂ. സൂപ്പർ സിനിമ. നമ്മുടെ നാട് ഇതെങ്കിലും കണ്ടിട്ട് കുറേ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിന് വരണം. ലാലേട്ടൻ അടിപൊളി, കിടില. ഇതിലെ ഓരോ കഥാപാത്രം പെർഫെക്റ്റ്, കിടിലം. അതുപോലെ തന്നെ മഞ്ജു വാര്യർ, പറയാതിരിക്കാൻ പറ്റൂല. കുഴപ്പമില്ല, സൂപ്പർ, അടിപൊളി. മഞ്ജു വാര്യർ അടിപൊളി. കുഴപ്പമില്ല. ഭയങ്കര ആക്ഷനാണ്, പക്ഷെ കൊള്ളാം. അത് കണ്ടു നോക്കേണ്ട പടം തന്നെയാണ്. സൂപ്പർ പടം, നല്ല സിനിമ, വളരെ നല്ല സിനിമ. സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നോ ഇഷ്യൂ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ലാലേട്ടൻ, പൃഥ്വിരാജ് എല്ലാവരും തകർത്ത് അഭിനയിച്ചൊരു മൂവിയാണ്. പുറത്ത് കേൾക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇതിനകത്ത് എന്തിനാ രാഷ്ട്രീയം കുത്തിക്കരുതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. സിനിമയായിട്ട് മാത്രം കാണുക, അല്ലാണ്ട് അതിനകത്ത് രാഷ്ട്രീയം, മതം, സംഭവങ്ങളൊന്നും കുത്തിക്കരേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ മാത്രം ഒപ്പീനിയൻ. താങ്ക് യു. കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. നല്ല പടമായിരുന്നു. നല്ല പടം, കൊള്ളാം. സൂപ്പർ മൂവി, സൂപ്പർ, അടിപൊളി മൂവി. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല ഇതായിട്ട് ഒരു മ്യൂട്ടൊന്നും ചെയ്തിട്ടില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ ഈ പടം ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല പാൻ ഇന്ത്യൻ ഫിലിം എന്നുള്ള നമുക്ക് കാണാൻ ഇത്രയും നല്ല കിടിലൊരു പടം മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ല പടമായിരുന്നു. പൊളിറ്റിക്സും എല്ലാം നന്നായിട്ട് പറയുന്നുണ്ട്. നല്ല റൈറ്റിംഗ് ആയിരുന്നു. ലൊക്കേഷനൊക്കെ നല്ലൊരു കൊള്ളാം. സൂപ്പർ പടമായിരുന്നു. നല്ല സൂപ്പർ പടമായിരുന്നു, അടിപൊളിയായിരുന്നു കാണാൻ. നല്ല ഫിലിം, കാണണം. വെരി ഗുഡ്, നല്ല സിനിമയായിരുന്നു. നല്ല പടം, നല്ല മേക്കിംഗ് ആണ്. പ്രൊഡക്ഷൻ കൊള്ളാം, നല്ല പടം. മേക്കിംഗ് മാത്രം നൈസായിട്ടുണ്ട്. സ്റ്റോറി വൈസ് കുഴപ്പമില്ല, മീഡിയം. ക്വൈറ്റ് ഗുഡ് ആക്ച്വലി. കുറേ ഇവൻറ്റ്സ് മിക്സപ്പ് ചെയ്യാൻ വേണ്ടി നോക്കി, ബട്ട് നല്ല മേക്കിംഗ് ഒക്കെയാണ്. ഇറ്റ്സ് ഗുഡ്. കൊള്ളായിരുന്നു, നന്നായിട്ടുണ്ട്. ആദ്യമൊക്കെ കുറേ കൊല്ലുന്നതൊക്കെ കാണിക്കുമ്പോൾ ഇപ്പം ഞാനൊക്കെ ചിലപ്പോൾ സീന് കുറച്ച് പ്രായമുള്ളതായതുകൊണ്ടായിരിക്കും എനിക്കതൊക്കെ ഒഴിവാക്കി കുറച്ചുകൂടെ നന്നാക്കാൻ. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. സൂപ്പർ സിനിമ, സെറ്റ് സിനിമയാ. മേക്കിംഗ് ഒക്കെ നല്ലതാ. പിന്നെ വാർത്ത അങ്ങനെ ന്യൂസ് ആ പ്രശ്നങ്ങൾ അങ്ങനെ നമുക്ക് വലിയ തോന്നുന്നില്ല കാണുമ്പോൾ. നല്ല സിനിമയാണ്. എല്ലാ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാവരും. അടിപൊളി, ഉഗ്രൻ. അടിപൊളി കൊണ്ടായിരുന്നു. നല്ല സിനിമയാണ്. ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. കൊള്ളായിരുന്നു, കുഴപ്പമില്ല. പടം കൊള്ളാം. സെക്കൻഡ് ഹാഫ് കുറച്ച് കൂടെ ഗംഭീരമാക്കായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അടിപൊളിയായിരുന്നു, നല്ല പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. കൊള്ളാം. എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല. പടം കൊള്ളാം, നൈസാണ്. അത് ഒவ்வொരു ആൾക്കാരുടെ പോലത്തെ ചോയ്സ് അല്ലേ. പിന്നീട്
അത് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ചില പ്രശ്നങ്ങൾ ഉള്ളത് എല്ലാവരും പറയുന്നത് പോലെ എനിക്ക് തോന്നിയില്ല. സീരിയസ്ലി എനിക്കങ്ങനെ തോന്നിയില്ല. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. നൈസായിരുന്നു. മേക്കിങ്ങും എല്ലാ കാര്യത്തിലും നൈസായിട്ടുണ്ട്. കൊള്ളാമായിരുന്നു. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര ലോ ആയിരുന്നു. ബാക്കി ആക്ച്വലി നല്ല സിനിമയായിരുന്നു. ഒരു ലാർജ് സ്കെയിൽ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര ലോ ആയിരുന്നു. ദീപക് ദേവിനെ കൊണ്ട് ഇത്രയും വലിയ സ്കെയിലിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് തോന്നുന്നില്ല. ലൂസിഫറിൽ വളരെ നൈസായിരുന്നു. പക്ഷേ ഇതിലോട്ട് വരുമ്പം ഭയങ്കര ലോ ആയിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. നല്ലൊരു സിനിമയായിരുന്നു. ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സിനിമയാണ്.